എല്ലാവർക്കും ചാരപ്പടിക്കളയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പപ്പൂസ് തന്നെയാണ്. പപ്പൂസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറാണിത്. അപ്പൊ റെസിപ്പി നമുക്ക് എന്താണെന്ന് കാണാം. അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാകും, അതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വേഗം വീഡിയോ തുടങ്ങാം. അപ്പൊ നെയ്ച്ചോറ് നമുക്ക് ആദ്യമായിട്ട് ഉള്ളി വാട്ടിയെടുക്കണം അല്ലെ, വറുത്തെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നെയ്യിൽ ഒഴിച്ചേക്കുന്നത് എത്ര ഒഴിച്ചു? 1 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് അപ്പോൾ അതിന് നമുക്ക് ഒരു 150 മുതൽ 200 മില്ലി വരെ വെളിച്ചെണ്ണയും നെയ്യും കൂടി ആദ്യം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്കൊരു 100 മില്ലി വെളിച്ചെണ്ണ എടുക്കും. 100 മില്ലി വെളിച്ചെണ്ണ. അപ്പൊ നമ്മൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചില്ലേ? അത്രയും തന്നെ ഒറ്റ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂണോളം നെയ്യും അല്ലേ? അപ്പൊ ഈ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ, അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുക, പാലിൽ നിന്ന് എങ്ങനെ നല്ല നെയ്യ് ഉണ്ടാക്കാനാണ് കാണിച്ചത്, അന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം അല്ലേ? അതിലേക്ക് നമുക്ക് സവാള കനം കുറഞ്ഞ അരിച്ച സവാളയാണ്, അത് ഒന്ന് ഫ്രഷ് ആയിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ 2 സവാള നമ്മളെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു നീളത്തില്, എന്നിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കും, ചൂട് ചെയ്തു അല്ലേ? എന്നിട്ട് ഊറ്റിയെടുക്കണം. നല്ല കളർ കിട്ടാൻ പറ്റും. നല്ല കളർ കിട്ടും ഇങ്ങനെ കഴുകിയെടുക്കുമ്പോ. നല്ല പുതിയ ടിപ്പാണ് നമ്മുടെ. ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് കഴുകി ഊറ്റിയെടുത്താൽ നല്ല കളർ കിട്ടും ഇങ്ങനെ വറക്കുമ്പോൾ. ഇത് ഫുൾ തീയിലിട്ട് നമുക്ക് വറുത്തെടുക്കണം അല്ലേ? ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ കശുവണ്ടി അതിൻ്റെ കൂട്ടുക. കശുവണ്ടി മാത്രം മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പൊ ഒരു തരം മൂത്ത് തുടങ്ങിയില്ലേ? നന്നായിട്ട് ബ്രൗൺ കളർ ആവണം അല്ലേ? നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ അവിടെ അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കണം. കാരണം ആ ചട്ടിയുടെ ചൂടിൽ അത് വല്ലാതെ മൂത്ത് കരിഞ്ഞു പോകും. ഓ, അപ്പൊ അതിന് മുമ്പ് നമ്മൾ വാങ്ങിയെടുക്കണം. വറുത്തെടുക്കുന്ന ഉള്ളിയുടെ കളറിലാണ് അതിന്റെ ഒരു കാര്യം. നമ്മൾ ഈ ഹോട്ടലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോഴത്തേക്കും മേലെ കിടക്കണേ. ഇപ്പൊ ഈ ലെവലിൽ നമുക്ക് തീ ഓഫ് ആക്കണം കേട്ടോ. ഓ, ഈ സമയം നമ്മൾ തീ ഓഫ് ആക്കും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. നമ്മൾ ഈ എണ്ണ നമ്മൾ ഊറ്റിയെടുക്കും. എണ്ണ ഊറ്റി മാറ്റുക, എന്നിട്ട് ഇത് മാത്രം ആ ചട്ടി തന്നെ ഇട്ട് വെക്കുക. മുന്തിരി എല്ലാം നല്ല വീർത്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ആക്കിയാൽ ഇളക്കി കൊടുക്കണം അല്ലേ? അതിലേക്ക് ഈ എണ്ണ ഒഴിക്കണമെന്ന് വേണ്ടായിരുന്നു. ആ സെയിം എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ആ സെയിം എണ്ണ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് എണ്ണ ഊറ്റി. പട്ട, ഒരു 8-10 ഏലക്കായി, അതുപോലെ ഒരു 8-10 ഗ്രാമ്പു, ഇത്ര സാധനമുണ്ട്. അതൊന്ന് പൊട്ടി വരും. ഒരു 200 ഗ്രാം പൈനാപ്പിൾ അരിഞ്ഞത്, അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിൾ നല്ലോണം വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുകയാണ്. സാധാരണ എല്ലാവരും പൈനാപ്പിളൊക്കെ ലാസ്റ്റിൽ ഇടാം. ഇങ്ങനെ എണ്ണയ്ക്കകത്തൊന്ന് വാടിയുമ്പോൾ ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതല്ലേ? ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്. എത്ര ക്യാരറ്റ് ഉണ്ടോ? ക്യാരറ്റ്, ഒരു ക്യാരറ്റ്. ഒരുപാട് ചുവന്നൊന്നും പോകരുത്, ഒന്ന് വാടി ആ ഒരു പച്ചച്ചോളം ഒന്ന് മാറി. ഇത് റെഡി ആയിട്ടുണ്ടല്ലേ? നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1 കിലോ അരിയാണ് വെക്കുന്നത്. അതിലേക്ക് 2 ലിറ്റർ വെള്ളം നമ്മൾ ചേർക്കും. അപ്പോൾ ഇരട്ടി അല്ലേ?
1 കിലോ അരിയാണ്, അതിനകത്ത് 2 ലിറ്റർ വെള്ളം. 1 കിലോ അരിക്ക് 2 2 ലിറ്റർ ലിറ്റർ വെള്ളം. ഒഴിക്കുന്ന വെള്ളം നല്ല തിളച്ച വെള്ളമായിരിക്കണം അല്ലേ? നമ്മൾ വെച്ച് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു തിളപ്പിച്ചാൽ. ഇനി ഇതിലേക്ക് ആവശ്യം ഇട്ട് കൊടുക്കണം. ഒരു നാരങ്ങ, ഒരു ചെറുനാരങ്ങ, ഇതുപോലെ 4 കീറിയ നാരങ്ങയാണ് അതായിട്ട് 4 കീറിയ നാരങ്ങ അതേപോലെ ഇട്ട് കൊടുക്കും. അത് അരി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പൊട്ടി പിടിക്കാതിരിക്കാൻ നാരങ്ങ. ഇപ്പം വെള്ളം തിളച്ചു തുടങ്ങി, അതാണ് നമ്മുടെ ആ ഒരു തിളപ്പിച്ചൊഴിച്ചാൽ പെട്ടെന്നായിട്ട്. ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ നല്ല തിളച്ച വെള്ളം ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത് 1 കിലോ അരി കഴുകി എടുത്ത് വെച്ചതാണ്. ഏക്കാർ അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏക്കാറോ ത്രിപിൾമാനോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അരി നല്ലതാണ്, വെള്ളം തെളിയുന്നത് വരെ ഇങ്ങനെ കഴുകുക. തിരുമ്മി കഴുകരുത്, ഇത് നൈസ് അരി ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും. ഞാൻ വെറുതെ ചുറ്റിച്ച് കഴുകാനേ പാടുള്ളൂ. കഴുകാൻ പാടില്ല, വളരെ നൈസ് അരി ആയതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായി കഴുകിയ ശേഷം ഊറ്റി വെക്കണം അല്ലേ? നല്ല വെള്ളം വാർന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഇടണം. മൂടി വെക്കണ്ട. അരി വെള്ളത്തിനൊപ്പം എത്തുമ്പോൾ തീ ഓഫ് ആക്കണം അല്ലേ? അരിയുടെ ഒപ്പം വെള്ളത്തിനൊപ്പം. നമ്മുടെ തീ ഇപ്പൊ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തീ ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കനല് വെച്ചിട്ട് മൂടി വെക്കണം അല്ലേ? ദമ്മ്. അപ്പൊ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് വെച്ചു കൊടുക്കണം കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ അരിയൊക്കെ കറക്റ്റ് വേവ് ആകും. അപ്പൊ എത്ര നെയ്യേണ്ടത്? ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പൊ നമ്മളിപ്പോ 15 മിനിറ്റ് ആയോ? 15 മിനിറ്റ് ആയപ്പോ നമ്മൾ തുറന്നിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അത് മൂടി വെക്കാം അല്ലേ? കനൽ വെച്ച് ഒന്നുകൂടെ. ഓക്കെ. അപ്പൊ ഇത് എത്ര നേരം കൂടെ വെക്കണം? 5 മിനിറ്റ് കൂടെ. അപ്പൊ മൊത്തം 20 മിനിറ്റാ. നാരങ്ങ എടുത്ത് മാറ്റിയില്ലേ? നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഒട്ടും ഇതില് തീ ഉപയോഗിച്ചിട്ടില്ല അല്ലേ? ആകെ ആ വെള്ളം കുറച്ച് വറ്റി കഴിഞ്ഞിട്ട് പിന്നെ തീ വെച്ചിട്ടേ ഇല്ല. ആ കനലിന്റെ ആ ചൂടിലാണ് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? എല്ലാ ചോറെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഒട്ടി പിടിച്ചിട്ടില്ല. ശരി, ഒട്ടി പിടിച്ചിട്ടില്ലാത്ത നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്, സാധാരണ എല്ലാവരും വെക്കുന്നതിനേക്കാളും. എൻ്റെ രീതിയിലാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കശുവണ്ടി, മുന്തിരി എല്ലാം കൂടി ഇത് നമ്മളൊന്ന് കാണിച്ചു. വൃത്തിയായോ? അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നോക്കിയാൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ അളവിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒട്ടാത്തയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമന്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.